ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഇതിൽ ടേസ്റ്റൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 3 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില വേണം, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ 6 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനപ്പം കുക്കറിലാണ് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് മല്ലിയില ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ പൊട്ടറ്റോ, ഇത്ര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടികളായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് പോരാത്തതുകൊണ്ട് ഇനി ഒരു 1/2 കപ്പും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും അടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നോട്ടെ. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി അധികം ടൈമൊന്നും വരില്ല. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിൽ ടേസ്റ്റിലൊന്നും ഒരു കുറവുമില്ല. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്നുകൂടി ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇതിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലിനി എന്തെങ്കിലും വെള്ളം വറ്റാനുണ്ടെങ്കിൽ അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. നെയ്യുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഞാനിപ്പം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. ഇപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മറിച്ചിടാം. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മസാല ദോശ തയ്യാറായിട്ടുണ്ട്. കണ്ടോ,
നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.